Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കാസർഗോഡ് സ്പെഷ്യൽ ഈദ് അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെരുന്നാളിൻ്റെ അപ്പം എന്നാണ് നമ്മൾ പറയുന്നുള്ളത്. അപ്പോൾ ഈ അപ്പങ്ങൾ കൊണ്ട് നമ്മളുടെ നാട്ടിൽ ഒരുപാട് വീട്ടമ്മമാർ വരുമാനം കണ്ടെത്തി ജീവിക്കുന്നവരുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുള്ളത് ചൊറോട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ 5 റെസിപ്പീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് സമാധാനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ. 1/2 കിലോ മൈദയാണ് കേട്ടോ ഞാൻ ഈ ചോറോട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏലക്കപ്പൊടിയാണ് ഞാൻ 1/2 ടീസ്പൂണിന് മേലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വെജിറ്റബിൾ ഗീ ആണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ കയ്യിൽ ഇല്ലെന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ ചൊറോട്ട കിട്ടും. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെയാക്കി കുഴച്ചെടുക്കണം. ആ പാത്രത്തിൽ അത്ര വലിങ്ങനെ കുഴക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുന്നുള്ളത്. ഇതിൻ്റെ കുഴത്തത്തിലിരിക്കും നമ്മൾ എന്തപ്പം ചുടുന്നുണ്ടെങ്കിലും അതിൻ്റെ പെർഫെക്റ്റ്നെസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ വേണം, അതിലേക്ക് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലാത്തവർ ഇങ്ങനെ ഏലക്ക മൊത്തത്തിലായിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, നല്ലോണം നൈസായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചപ്പാത്തിയിലെ അത് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണോ, നല്ലോണം കട്ടിക്കൊന്നും ആരും പരത്തിയെടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് 1 വെച്ചിട്ടും ചുടാം, അല്ലാതെ 2 വെച്ചിട്ട് റോളാക്കിയിട്ട് ചുടാം. ഞാൻ പക്ഷേ പൊതുവെ ഒരെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ മേലേക്ക് ഗീ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മേലേക്ക് റവയില്ലേ അതൊന്നും ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മൈദപ്പൊടിയില്ലേ ഓൾ പർപ്പസ് ഫ്ലോർ അതും കൂടി ഞാൻ ഫുള്ളായിട്ട് തൂവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിനെ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് തന്നെ എല്ലാ സൈഡിലും ഒരുപോലെ ആക്കിയിട്ട് തന്നെ കുറച്ചും നമ്മൾ സമയം എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നാൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിയടിയൊക്കെ പട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 2 എണ്ണം ഇതിന് മേലേക്ക് വേറൊരു ചപ്പാത്തി കൂടി വെച്ചിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുത്തിട്ടായിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒന്നും കൂടി മാത്രം അത് നമ്മൾ മുറിച്ചിട്ടാകുമ്പോഴേക്കില്ലേ അത് കുറച്ച് കട്ടി പോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഞാൻ പൊതുവെ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കും. നിങ്ങൾക്ക് അത് വിഷമമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 2 എണ്ണം വെച്ചിട്ട് ചെയ്തോ. ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെ സൈഡായിട്ട് നല്ലോണം നേരിയതാക്കിയിട്ടില്ലേ, കട്ടി കുറഞ്ഞിട്ട് തെളുപ്പാക്കിയിട്ട് എന്നല്ല പറയുന്നില്ലേ, അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. നല്ലോണം കട്ടി കൂടിയിട്ടാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കട്ടിയായിട്ട് ആയിരിക്കും നമ്മളുടെ ചൊറോട്ട കിട്ടുന്നുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല തെളുപ്പായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും, നല്ല കറുമുറാന്ന് ഇരിക്കുകയും ചെയ്യും. ഇതിലേക്ക് മുട്ട ചേർക്കുന്നവരുണ്ട്, മുട്ട ചേർക്കാത്തവരുണ്ട്. ഞാൻ പക്ഷേ മുട്ട ചേർക്കാറില്ല, പൊതുവേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ചൊറോട്ട നമുക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വേണം, പക്ഷെ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ട് വേണം നമ്മളിതാ ഇതിനെ ഓരോന്നിനും ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ ഇടാൻ. നമ്മളുടെ കാസർഗോഡ് എല്ലാ പെരുന്നാളിൻ്റെ അപ്പവും കുറച്ച് മെനക്കെട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേര് ജീവിതമാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ മസ്റ്റായിട്ടും ഈ പെരുന്നാളിൻ്റെ അപ്പങ്ങളൊക്കെയാണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത്. അല്ലാത്തവരും നമ്മൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ അതും ആ ടൈമിലും ഈ പെരുന്നാളിൻ്റെ അപ്പങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയുന്ന തന്നെ ഒരുപാട് പേര് ഇതിനെ ബിസിനസ്സായി തന്നെ എടുത്തിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ അത്ര കോസ്റ്റ് വരില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ലാഭവും കിട്ടും. കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് അത്. ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഇത് നമുക്കിതാ മുഴുവനായിട്ട് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിൽ തിരിച്ച് മറിച്ചിട്ട് ഇട്ടിട്ടായിട്ട് നമുക്കിതിന്
അതിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ആ ഷുഗർ പൗഡറില്ലേ അതാണ് ഞാൻ അവസാനം വിതറി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിലായിട്ട് നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കുന്നുള്ളത് പൊരിയുണ്ടയില്ലേ, പൊരിയുണ്ടാണ് കേട്ടോ. ഈ പൊരിയുണ്ടയും നല്ല ടേസ്റ്റ് തന്നെ. അതൊരിക്കൽ കഴിച്ചെങ്കിൽ പിന്നെ ആരും വിടിയില്ല, അത്രയ്ക്കും ടേസ്റ്റ് തന്നെയാണ്. ഇതിനത് പൊരിയും അരിയും വറുത്ത് പൊടിച്ചിട്ടാണ് ഈ പൊരിയപ്പം ഉണ്ടാക്കുന്നുള്ളത്. നമ്മളുടെ നാട്ടിൽ പൊരിയുണ്ടെന്ന് പറയുന്നതിന് നമ്മളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഈദ് പെരുന്നാളപ്പത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് ഈ പൊരിയപ്പം. ഈ പൊരിയുണ്ട ഉണ്ടാക്കുന്ന ടൈമിൽ പെർഫെക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ഹാർഡായിട്ട് സോഫ്റ്റായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവില്ല ഇതുപോലെ ചെയ്താൽ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 6 തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാം ഈ കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡിൻ്റെ ആ ടിന്നാണ് കേട്ടോ ഇത് നമ്മളുടെ ചോറ് വെക്കുന്ന അരിയിൽ പാലക്കാട് മട്ട അതാണ് കേട്ടോ. അത് ഈ കപ്പിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ വാഷ് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയിട്ടായിട്ട് ഞാൻ ഫ്രൈ പാനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇത് വറുത്തിട്ട് വേണം നമ്മൾക്ക് ഇതിനെ പൊടിച്ചെടുത്തിട്ടാണ് ഈ പൊരിയുണ്ടൊക്കെ ചേർത്തെടുക്കുന്നുള്ളത്. അത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, അരിയും പൊരിയും ചേർത്തിട്ടാണ് പൊരിയുണ്ട ഉണ്ടാക്കുന്നുള്ളതെന്ന്. അപ്പോൾ ഇത് നല്ല പോലെ വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതേ പാനിലിട്ടിട്ട് തന്നെയാണ് പൊരിയും വറുത്തെടുക്കുന്നുള്ളത്. പൊരി നമ്മളുടെ കയ്യിൽ വറുത്ത് തന്നെ ഉണ്ടെങ്കിലും ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് 4 കപ്പ് പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1.5 കിലോ വെല്ലമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്, ജഗ്ഗരി. അപ്പോൾ 1.5 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഞാൻ എപ്പോൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതിൽ കല്ലും മണ്ണൊന്നും ഇല്ല, അത് ഷുവറാണ്. അപ്പോൾ അതിനെ ഞാൻ പൊടിച്ചിട്ട് ഡയറക്റ്റായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. എന്നിട്ട് ഇത് തനിയെ മെൽട്ടായിട്ട് വരും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അപ്പോഴേക്കും അത് മെൽട്ടായിട്ട് വരും. അത് ഹൈ ഫ്ലെയിമിലൊന്നും കൂട്ടി വെച്ചിട്ടൊന്നും ആരും ഇത് ഉരുക്കിയെടുക്കരുത്, അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ട് പോവും. ആ ടൈമിൽ നമ്മൾക്ക് ഈ അരിയും പൊരിയും നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ, വലിയ ജാറിൽ തന്നെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നുള്ളത്. ഒറ്റ ടൈമിൽ തന്നെ നമ്മൾക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ പൊരിയും അരിയും വറുത്ത് പൊടിച്ചിട്ടുണ്ട്, അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ച്. ആ ടൈമിൽ നമ്മൾക്ക് ഇത് മെൽട്ടായിട്ടും കിട്ടി. ഇതിലേക്ക് ഞാൻ ഒരു 10-12 ഏലക്കയാണ് പൊടിച്ചിട്ട് മുട്ടയോട് കുത്തിയിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നീട് തേങ്ങ 6 തേങ്ങ ഉണ്ട് കേട്ടോ. 6 വലിയ തേങ്ങ തന്നെ വേണം. ഒരു 1/2 കിലോക്ക് 2 തേങ്ങ, അതാണ് കണക്ക്. ഇത് 1.5 കിലോ ആയതുകൊണ്ട് 6 തേങ്ങ എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ജഗ്ഗറിലേക്ക് ശർക്കരയ്ക്ക് ആരും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ തേങ്ങ ഇട്ടതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒട്ടും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ പൊരിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റണം കേട്ടോ. ഈ തേങ്ങയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനത്തെ തന്നെ തേങ്ങ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ പണി എളുപ്പമായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് ക്യുമിൻ സീഡും 1 ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. ഇവിടെ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് തേങ്ങ. അപ്പോൾ അതിലേക്ക് അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരി വറുത്ത് പൊടിച്ചതാണ്. അത് മറ്റേ മിൽക്ക് മെയ്ഡിൻ്റെ ആ ടിന്നിലാണ് 1 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് അരിയും. അപ്പോൾ ആ പൊരി എടുത്തിട്ടുള്ളത് 4 കപ്പാണ്. അങ്ങനെ 4 കപ്പ് പൊടിയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ പൊരിയപ്പത്തിൻ്റെ പെർഫെക്റ്റ് പാകം. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വരുന്ന ടൈമിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. ആദ്യം ഞാൻ അരിൻ്റെ പൊടി കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതാണ് ഞാനിപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും അരിപ്പൊടിയും പൊരിൻ്റെ പൊടിയും ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും ഇതാകത്തക്ക വിധത്തിൽ വേണം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളുടെ ഈ പൊരിയപ്പത്തിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി അത് ഫ്ലെയിമൊക്കെ
ഓഫ് ചെയ്ത് വെക്കാം. എപ്പോഴും നമ്മളിതിങ്ങനെ ചെയ്യുന്ന ടൈമിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരു കയ്യിൽ തന്നെ പിടിച്ചിട്ട് ഇത് ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഇത് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ്, 3 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 4-5 മണിക്കൂർ. ഇതിലേക്ക് ഏലക്കയും 3 മുട്ട, 1 കപ്പ് പച്ചരിക്ക് 1 മുട്ട, അതാണ് കണക്ക്. അങ്ങനെ 3 കപ്പ് പച്ചരിക്ക് 3 മുട്ടയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു ടിഫിനിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് മുക്കി എടുക്കാൻ വേണ്ടിയുള്ള പാകത്തിനുള്ള എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇത്രയ്ക്കും തിക്കാണ് വേണ്ടത്. അത് കുറച്ച് കട്ടിക്ക് അരച്ചെടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ നമുക്കറിയില്ല അതിന് പാകം, അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനാക്കിയ ബോൾസ് ഒരു 16 വരെ ഇതിൽ പിടിക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് അതൊരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോഴത്തേനും മതി. ഇതോടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും കേട്ടോ. ഇതും അതെ, തണുത്തതിന് ശേഷം നമ്മൾക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ എത്രത്തോളം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. 1 മാസം 2 മാസമൊക്കെ ഉമ്മ വെക്കുന്നത് കാണാം. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അച്ചപ്പം ഉണ്ടാക്കാന്നുള്ളതിന് 3 ടിപ്സുമായിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ അച്ചപ്പത്തിൻ്റെത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അതിൻ്റെ അച്ചാണ് കേട്ടോ. അത് എണ്ണയിലേക്ക് ഇടുന്ന അച്ചാണ്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടോ ഇല്ലേന്ന് നമുക്ക് അച്ചപ്പം ഇഷ്ടമില്ലാത്തവരാരും കൊണ്ട് പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവാതിരിക്കൽ, അതിൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കൽ, ക്രിസ്പി ഇല്ലാതിരിക്കൽ. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇത് വെറും പച്ചവെള്ളത്തിൽ മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളത്. ആദ്യമായിട്ട് അതും ഞാൻ ഒരു ഡിഫറെൻ്റ് ടൈപ്പിലാണ് ഈ അച്ചപ്പം ഉണ്ടാക്കുന്നുള്ളത്. ഇതൊക്കെയല്ലേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സ്പെഷ്യൽ പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇതിനു വേണ്ടി ഒരു 5-6 ചെറിയ ഉള്ളിയില്ലേ, അതും ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകവും ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകത്തിൻ്റെ കൂട്ടില്ല, അതാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടെടുത്തിട്ടുള്ളത്. ഇത് 1.5 കപ്പ് പച്ചരിയാണ്. കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചിരുന്ന പച്ചരി 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പച്ചരിയിലേക്ക് 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മളുടെ അരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് അത് കൂട്ടാം. ഇത് 1 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് നമ്മൾക്ക് അരച്ചെടുക്കാം. ഇതിലധികം ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. 1.5 കപ്പ് പച്ചരിക്ക് 1 കപ്പ് മൈദയാണ് എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് 1 കപ്പ് ഞാൻ ഇവിടെ അളന്നെടുത്തിട്ടുള്ളത് മൈദ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും, ഇത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി ഇല്ലാത്തവർ ഇടി ഒരു 2 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ടി കൂടിയിട്ട് വരും ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടി ഇത് കട്ടിയില്ലാത്ത വിധത്തിലായിട്ട് നമ്മൾക്ക് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. അതൊന്ന് മൊത്തത്തിലായി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ സെയിം അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. അരച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ കട്ട കൂടാതെ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ തന്നെ ഇങ്ങനെ ചേർത്തെടുത്ത് അടിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു തരി പോലും കട്ടയില്ലാതെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ മാവ് കിട്ടും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് എള്ളാണ് കേട്ടോ, കറുത്ത എള്ള്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ പാത്രത്തിൽ നിന്ന് ഞാൻ ചെറിയൊരു ടിഫിൻ ബോക്സിൻ്റെ ഇതിലേക്കാണ് ഞാൻ ഈ മാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മുക്കി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് എണ്ണ തിളച്ച് വരുന്ന സമയത്ത് നമ്മളുടെ അച്ച് ഇതിലേക്ക് എണ്ണയിലേക്ക് മുക്കി വെക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണെങ്കിലും നോർമൽ ഇരുമ്പിൻ്റെ പിത്തളിൻ്റെ ഏതിൻ്റെ അച്ചാണെങ്കിലും നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ ദിവസം എടുക്കാതെ വെച്ചിട്ട് അവിടെ സൈഡ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോൾ 1-2 തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കോലോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാം. നമ്മളുടെ കയ്യിലിരിക്കുന്ന പഴകിയതാണെങ്കിലും അച്ച് അത് ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ പുളിയിട്ട വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തണുത്തതിന് ശേഷം അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. 2 എണ്ണം ഇട്ടതിന് ശേഷം 3ാമത് തനിയെ തന്നെ ഇതിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. സാധാരണ ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടല്ലേ ഇത് തയ്യാറാക്കാറുള്ളത്. ഞാൻ മാത്രം പച്ചവെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടതല്ലേ, അത്ര മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഉണ്ടാക്കി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ എത്രയൊക്കെ കുറേ ടൈം എടുക്കണ്ടേ, കുറേ പണിയല്ലേ എന്ന് വെച്ചിട്ട് ആൾക്കാർ അധികം പേരും ഇത് ഉണ്ടാക്കാനേ പോവാറില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ സെയിം രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം തന്നെ നിങ്ങൾക്കും കിട്ടും. ഞങ്ങളുടെ കാസർഗോഡ് സ്പെഷ്യൽ ഈദ് സ്പെഷ്യൽ അപ്പങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐകാർഡിലും എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. പലതരം പലഹാരങ്ങൾ ഞങ്ങളുടെ ഈദിന് സ്പെഷ്യലായിട്ട് ഉണ്ട് ഞങ്ങളുടെ കാസർഗോഡ്. പച്ചരി മാത്രം ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ബലം കൂടുതലായിരിക്കും, കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതങ്ങനെ പെട്ടെന്നൊന്നും പല്ലൊന്നും ഇല്ലാത്തവർക്കൊന്നും കഴിക്കാൻ പറ്റൂല. ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചവെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഒഴിച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് പച്ചവെള്ളത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പിയും വന്നിട്ടുള്ളത്. നമ്മുടെ കാസർഗോഡൻ ഈദ് സ്പെഷ്യലായിട്ടുള്ള ബാട്ടപ്പത്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചട്ടിപ്പത്തൽ, ബാട്ടപ്പത്തൽ അങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെ പുട്ട് ഓടിൽ വെച്ചിട്ട് പുതുക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് 5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിന് 4 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കണം. പിന്നെ 1.5 ഫുള്ളായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. അതിന് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുക്കുന്നുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള അരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 മുട്ട അതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് നല്ല മഷി പോലെയൊക്കെ അരച്ചെടുക്കുന്ന പറയില്ലേ, അതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. പക്ഷേ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾക്ക് ഇതിൽ തേങ്ങ ഉള്ളത് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 3 ബാച്ചാക്കിയിട്ടും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പിന്നീട് ചേർക്കുന്നുള്ളത് കൊപ്പരയാണ്. കൊപ്പര 4 കൊപ്പര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കൊപ്പര ഞാൻ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 കൊപ്പര ഫുള്ളായിട്ട് ഇതുപോലെ
നല്ല നൈസായിട്ട് ബ്ലേഡ് പോലൊക്കെ അരിഞ്ഞെടുക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് കട്ടി കൂട്ടിയിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം അച്ചിൽ വെച്ചിട്ട് പരത്തൂലേ, അപ്പോൾ നല്ലോണം കട്ടിയായിട്ട് പോവും ആ ബാട്ടുപത്തിൽ ചട്ടിപ്പത്തിൽ. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ നമ്മളുടെ 3 ബാച്ചും ഇവിടെ നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇതിൽ പൊടിച്ചെടുത്ത നമ്മളുടെ കൊപ്പരയും അതും കൂടി ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ അരച്ച് വെച്ച പച്ചരിയുടെ കൂട്ടിലേക്ക്. എന്നിട്ട് ഈ തേങ്ങ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ കൊപ്പര ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് കറുത്ത എള്ളാണ് കേട്ടോ, സീസമിൻ സീഡ്, ബ്ലാക്ക് സീസമിൻ സീഡ്, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പച്ചരിപ്പൊടിയില്ലേ, വറുത്ത പച്ചരിപ്പൊടി, പത്തിരിപ്പൊടിയില്ലേ, വറുത്ത പത്തിരിപ്പൊടിയായിട്ട് പാക്കറ്റിൽ കിട്ടുന്നത് നമുക്ക് വാങ്ങിക്കാൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ പച്ചരിപ്പൊടിയാണ്, പത്തരിപ്പൊടിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പത്തൽ പൊടി ചേർക്കരുത്. നമ്മളെ നാട്ടിലത്തെ പത്തൽ പൊടി മറ്റേ പുഴുങ്ങലരിൻ്റെ പൊടിയല്ലേ, ഇത് പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ക്യുമിൻ സീഡില്ലേ, ചെറിയ ജീരകം, നല്ല ജീരകം, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് കുറച്ച് ഉറച്ചതിന് ശേഷം മാത്രമാണ് ഈ തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. കൊപ്പര നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കൊപ്പരയില്ല, അത് മുഴുവനായിട്ടും കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിനനുസരിച്ചിട്ട് ഞാൻ അത് മുഴുവനും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾക്ക് ഈ മാവ് കുറച്ചും കൂടി ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ പത്തിരിപ്പൊടി തന്നെ, നൈസ് പത്തിരിൻ്റെ പൊടിയില്ലേ, പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടി, അത് തന്നെ നമ്മൾ ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് പാകത്തിനാക്കിയിട്ട് വെക്കാം. ആ ടൈമിൽ നമ്മൾക്ക് ഇവിടെ പാന് ചൂടാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ 3 ബോൾസ്, കുഞ്ഞു ബോൾസാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എത്രക്ക് വലുപ്പമുണ്ടെന്ന് അറിയില്ല, പക്ഷെ കുഞ്ഞു പത്തലാണ് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത്, വാട്ടപ്പത്തൽ. അങ്ങനെ ഇത് 3 ബോൾസ് ഞാൻ ഇവിടെ വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് പരമാവധി പ്രസ് ചെയ്തിട്ട് കൊടുക്കാം, നല്ലോണം അമർത്തി പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയായിട്ട് കിട്ടും. അങ്ങനെ ഓരോ ട്രിപ്പിലും 3 ഇട്ടിട്ട് ഒരിക്കൽ നമ്മൾ ഒരു പാനിൽ വെച്ചിട്ട് എത്രയ്ക്കും വലുപ്പമുള്ള പാനാണോ അത്രയ്ക്കും കൂടുതൽ നമ്മൾക്ക് ഇത് ചുട്ടെടുക്കാം. അത് പരത്തിയിട്ട് ഒരു തുണിയിലാക്കിയിട്ട് ഇട്ടിട്ടെല്ലാം വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ ചുടാറുള്ളത്. പക്ഷേ ഞാനിവിടെ വന്ന പിന്നെ എനിക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാതെ കൊണ്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാറാണ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. തുണിയിലൊക്കെ ഇട്ടിട്ടാകുമ്പോൾ അത് കുറേയൊക്കെ പൊട്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇതിങ്ങനെ ഡയറക്റ്റ് നമ്മൾ പത്തിൽ നെയ്പ്പത്തിലൊക്കെ ചുടുന്നില്ലേ, അതുപോലെ ചൂടാണെങ്കിൽ ഒന്നും പൊട്ടിപ്പോകത്തൊന്നും ഇല്ല. നല്ല പെർഫെക്റ്റായിട്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മളുടെ വാട്ടപ്പത്തിൽ ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. 3 വെച്ച് പരത്തിയാൽ 3 ട്രിപ്പ് ആകുമ്പോൾ 9 അപ്പമായിട്ട് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ 9 ചട്ടിപ്പത്തിരി ഒരു ടൈമിൽ എനിക്ക് ഇവിടെ ഇടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ആ 2 സൈഡിലും മൊരിച്ചിട്ട് എടുക്കാം. നമ്മൾക്ക് ഈ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇത് കനം കുറച്ച് വേണം പരത്തിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നുള്ളത്. നല്ലോണം കട്ടിക്കാമ്പൊക്കെ നല്ലോണം ഉറപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നല്ലോണം തെളുപ്പായിട്ടാണോ ഇത് മൊത്തം നല്ല തെളുപ്പായിട്ട് തന്നെ ഞാനിവിടെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വാട്ടപ്പത്തിൽ ഇങ്ങനെ നിങ്ങൾക്കും തയ്യാറാക്കാം. അറിയാത്ത ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് കേക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഡാൽഡ നെയ്യ് വെച്ചിട്ട് ഈ കേക്കപ്പില്ലേ ഒരിക്കലും ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ഇതുപോലെ തന്നെ സെയിം ഉണ്ടാക്കിയിട്ട് നോക്കിക്കോ. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കൾക്ക് മുതൽ വലിയ മുതിർന്നവർക്ക് വരെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ കേക്കപ്പത്തിൻ്റേത്. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇന്ന് തന്നെ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒന്ന് നല്ല പോലെ മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കാം. നല്ല പോലെ അലിയിച്ചെടുത്താൽ മതി, ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി, അല്ലാതെ ഒറ്റൊന്നും പരുവം അതൊന്നും വേണ്ട. ഇതിലേക്ക് ഡാൽഡ ഗീയിലെ വെജിറ്റബിൾ നെയ്യ്, അതാണ് 3/4 കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇതിൽ തന്നെ അലിയിപ്പിച്ചെടുക്കാം, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഇത്രയും മതി. നമ്മളുടെ പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട്
കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തണുത്ത് കിട്ടാനും വേണ്ടിയിട്ടും ഇതിൽ തന്നെ പൊടി കുഴച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഒരു മുട്ട ആവശ്യമുണ്ട്. അത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് പാകത്തിനുള്ള ഉപ്പും ഏലക്കപ്പൊടിയും പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് വനില എസൻസ് ആണ് കേട്ടോ. ഇത് നമ്മൾക്ക് കേക്ക് ഒരുപാട് കാലം സൂക്ഷിക്കുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവറാണ് ഈ വനില എസൻസ് കൂടി ചേർത്താൽ കിട്ടുന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഇതിനെ ഒന്ന് കലക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പിന്നെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ മുട്ട ഇതിലേക്ക് ആരും ഇട്ട് കൊടുക്കാതിരിക്കുക. ചൂടോടെ തന്നെ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്താൽ മുട്ട പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അത് തണുത്തതിന് ശേഷം മാത്രം മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഓൾ പർപ്പസ് ഫ്ലോർ. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് 4.5 കപ്പ് മൈദയാണ് കേട്ടോ. ഈ 250 ml 4.5 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കുഴച്ച് പാകം ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഓരോ കപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ആക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഇങ്ങനെ ഉറച്ചിട്ടായിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും ഇതിൻ്റെ മാവ് ഉണ്ടാവുന്നുള്ളത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പരത്തിയെടുക്കാനും അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള കേക്കപ്പം നമ്മളുടെ കാസർഗോഡ് സ്പെഷ്യലായിട്ട് ഈദ് സ്പെഷ്യലായിട്ട് പെരുന്നാളപ്പങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അതിൽപ്പെട്ട ഒരു തരം അപ്പമാണ് ഈ കേക്കപ്പത്തിൻ്റെ റെസിപ്പിയും. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ ഈ കേക്കപ്പത്തിൻ്റേത്. ഇത് കേക്കപ്പം ഏത് കേക്കിനായാലും അത് കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ ഇത്രയും മതി. നമ്മൾക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് അതിനെ പരത്തിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇവിടെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യം കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടാണ് ഇതിനെ പരത്തിയെടുക്കുന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. മൈദപ്പൊടിയൊന്നും ഇടാതെ തന്നെ നമ്മൾ ഇതിനെ പരത്തിയെടുക്കുന്ന സ്റ്റൈല്. അപ്പോൾ മൈദപ്പൊടി ആവശ്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഗീ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളത്. ഈ മാവ് ഇതിരിക്കുന്നോറും അതിൽ നിന്ന് തന്നെ ഗീ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ നമ്മൾക്ക് ഇത് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മൾക്ക് ഇത് ഇത്രയും തിക്കായിട്ടാണ് ഇതിനെ പരത്തിയെടുക്കേണ്ടത്. നല്ലോണം തിന്നായിട്ടൊന്നും പരത്തിയെടുക്കണ്ട. ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ല അങ്ങനെയൊന്നും ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. നല്ല ഷേപ്പോടെ കൂടി തന്നെ നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സൈഡൊക്കെ നമ്മൾക്ക് അതിൻ്റെ ഷേപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ വേറെ മാവിലേക്ക് ആക്കിയിട്ട് കളയേണ്ടൊന്നും ആവശ്യമില്ല. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല വീട്ടിലേക്ക് തന്നെ. അപ്പോൾ അതിനെ നമ്മൾക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 2 ബാച്ച് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. ഇത് നമ്മളുടെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതുപോലെ പിസ്സ കട്ടർ വെച്ചിട്ടും എളുപ്പത്തിൽ ഇങ്ങനെ സിംഗിളായിട്ട് എടുക്കാതെ ഒറ്റ മുറിക്കൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എല്ലാ ബിഗിനേഴ്സിനും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടാമത്തതും എനിക്ക് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ളും രണ്ടാമത്തെ പകുതിയും അത്ര മതിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിലേക്ക് ഒരു ട്രിപ്പ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ട്രിപ്പും അവിടെ ഇട്ടിട്ട് അത് വേവുന്ന ടൈമിൽ നമ്മൾക്ക് അടുത്ത ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒട്ടും മൈദപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാതെയാണ് പിന്നീടുള്ളത് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ മൈദപ്പൊടി ബിഗ്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്താണെന്നൊക്കെ വിചാരിക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യം മൈദപ്പൊടി തൂവി കൊടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കേക്ക് അടിയിലൊക്കെ നിന്നിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട്
മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നുള്ളത്, ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. നമ്മളുടെ കേക്കൊക്കെ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഗീ കേക്കാണ്, ഡാൽഡ ഗീ കേക്ക്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ കേക്ക് അപ്പം കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് പൊട്ടിയിട്ട് 3-4 പീസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളുടെ വെട്ട് കേക്കൊക്കെ ഇല്ലേ, ആ ഷേപ്പൊക്കെ ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇതിൻ്റെ അളവ് നമ്മൾക്ക് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിലും വലുപ്പമാക്കിയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കാണുമ്പോഴല്ലേ ഒരു ഭംഗി, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബാക്കിയുള്ള റെസിപ്പീസുമായും ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാ. ഈ വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയെങ്കിൽ വീഡിയോ ലെങ്ത്തും ആയി പോകും, അതുമല്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.